കോഴിക്കോട് ജില്ലയിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് നടന്നതായി പരാതി. ജ്വല്ലറി തട്ടിപ്പിനിരയായ 100-ലേറെ പേരാണ് വടകരയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി കയറിയിറങ്ങുന്നത്. മാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതികളിൽ കേസെടുത്തെങ്കിലും തട്ടിപ്പ് നടത്തിയവർ വിദേശത്തെന്ന് പറഞ്ഞ് പോലീസ് തുടർ നടപടി എടുക്കുന്നില്ല എന്നതാണ് ആക്ഷേപം. നിക്ഷേപകർക്ക് നഷ്ടമായത് 9.5 കോടി രൂപയാണ്. അപ്പോളോ ജ്വല്ലറി, അപ്പോളോ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ നിക്ഷേപിച്ചവർക്കാണ് പണം നഷ്ടമായത്. ഇരകൾ കർമ്മസമിതി രൂപീകരിച്ച് പ്രക്ഷോഭരംഗത്തിറങ്ങിയെങ്കിലും ജ്വല്ലറി നടത്തിയവർ വിദേശത്ത് കടന്നതോടെ അന്വേഷണം വഴിമുട്ടി. വടകര പോലീസ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 102 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. വടകര പോലീസ് ഇതിനകം 55 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഓരോ നിക്ഷേപകനും 1 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നഷ്ടമായിട്ടുണ്ട്. ജ്വല്ലറിയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയിരുന്നു. മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ടാണ് പലരും പണം നിക്ഷേപിച്ചത്. ആദ്യഘട്ടത്തിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം ലഭിച്ചിരുന്നു. ഇതോടെ പലരും കൂടുതൽ പണം നിക്ഷേപിക്കുകയുണ്ടായി. ജ്വല്ലറി ഉടമകളുടെ മറ്റു സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയവരുമുണ്ട്. കൊണ്ടുപോയത് എൻ്റെ മോക്ക് സ്വർണം വാങ്ങിയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഓരോ അറിഞ്ഞ് നിങ്ങൾക്ക് നമ്മൾ 1000 റുപ്യ മാസം വെച്ചിട്ട് തരാം, പിന്നെ 1 ലക്ഷത്തിന് 1000 റുപ്യ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇട്ട്. പിന്നെ സ്വർണം വാങ്ങാൻ ചെന്നേരം ഓല് തന്നില്ല. പിന്നെ ഒരു 21 വരെ തന്നിക്ക്. പിന്നെ ഓല് പിന്നെ ഒറ്റ പൈസയും തന്നിക്കില്ല, മുതലും ഇല്ല ലാഭവും ഇല്ല, ഒന്നും. അതിൻ്റെ ഡിവൻഡ് തരാമെന്നിട്ട് തന്നിക്കൂല. നമ്മളത് അങ്ങനെ തന്നെ സ്ഥലമെല്ലാം വിറ്റിട്ട് 10-40 ലക്ഷം കൊടുത്തിന്. ഇങ്ങനെ തന്നെ ഒന്നും ഓരോരുത്തരെ മക്കളെ 2 മക്കളതും എൻ്റെതും എൻ്റെ ഭർത്താവിൻ്റെതും കൊടുത്തത്. എന്നിട്ട് ഒന്നും അന്നേരം കുറച്ച് തന്നിന്, പിന്നെ ഇപ്പം ഒന്നും തരത്തില്ല. പ്രതികളിൽ പ്രമുഖർ വിദേശത്തേക്ക് കടന്നതാണ് അന്വേഷണത്തെ ബാധിച്ചതെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ഭൂമി വിറ്റതും മക്കളെ വിവാഹം ചെയ്തയക്കാനും മറ്റുമായി സ്വരൂപിച്ച പണം നഷ്ടപ്പെട്ടവർ നിരവധി പേരുണ്ട്. ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ ഇതിനകം നടന്നിരുന്നു. പണം ലഭിക്കുമെന്ന ഉറപ്പിൽ പരാതിയുമായി മുന്നോട്ടു പോകാതെ നിൽക്കുന്നവരുമുണ്ട്. നിക്ഷേപകർക്ക് കോടികൾ നഷ്ടപ്പെട്ട കേസിൽ തുമ്പാവാത്തതിനാൽ അന്വേഷണം മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 വടകര.